ഹരേ കൃഷ്ണ. ഗർഗഭാഗവതം അധ്യായം 29. ഹിരണ്മയഖണ്ഡ വിജയം. പ്രദ്യുമ്നൻ ഹിരണ്മയ വർഷത്തിലേക്കാണ് ദിഗ്വിജയത്തിനായി പോയത്. സ്രോതപർവ്വതമാണ് അതിർത്തി. അവിടെ കൂർമ്മസങ്കല്പത്തിൽ ശ്രീഹരി സ്ഥിതി ചെയ്യുന്നു. അര്യമാവാണ് ഗുരു. പുഷ്പമാലാനദീതീരത്തുള്ള ഫലവൃക്ഷങ്ങൾ നിറഞ്ഞ വനത്തിലാണ് ഗുരുവിൻ്റെ വാസം. നളൻ്റെയും നീലൻ്റെയും കുലത്തിൽ ജനിച്ച വാനരന്മാരാണ് അവിടെ താമസിക്കുന്നത്. ത്രേതായുഗത്തിൽ ശ്രീരാമചന്ദ്രൻ അവരെ അവിടെ താമസിപ്പിച്ചതായിരുന്നു. അവിടുത്തെ വാനരന്മാർ ആനകളെയും കുതിരകളെയും ഭടന്മാരെയും മേൽപോട്ടെറിഞ്ഞു. അർജുനൻ്റെ മിത്രവും ധ്വജപതിയുമായ ഹനുമാൻ കോപിച്ച് അവരെ വാലുകൊണ്ടു വീഴ്ത്തി. ഹനുമാനെ മനസ്സിലായപ്പോൾ കപികൾ ഭഗവാനെ വണങ്ങി തൊഴുത് ആലിംഗനം ചെയ്ത് സന്തോഷം പ്രകടിപ്പിച്ചു. ഹനുമാൻ അവരെ അനുഗ്രഹിച്ച് അർജുനധ്വജത്തിലേക്കു തന്നെ പോയി. പ്രദ്യുമ്നൻ പിന്നീട് സേനയോടുകൂടെ മകരഗിരിയുടെ താഴ്വരയിലുള്ള മകരദേശത്തേക്ക് പോയി. അവിടെ തേൻ കുടിച്ചുകൊണ്ടിരുന്ന കോടിക്കണക്കിന് വണ്ടുകൾ പാറി വന്ന് എല്ലാവരെയും കടിക്കാൻ തുടങ്ങി. പ്രദ്യുമ്നൻ്റെ വായവ്യസ്ത്ര പ്രയോഗത്താൽ അവരെല്ലാം പറന്നുപോയി. അനന്തരം പ്രദ്യുമ്നൻ ശ്രീശൃംഗപർവ്വതത്തിൻ്റെ താഴ്വരയിലുള്ള ചന്ദ്രകാന്ത നദിയുടെ തീരത്തുള്ള മംഗലാലയ നഗരത്തിൽ എത്തിച്ചേർന്നു. അവിടുത്തെ രാജാവായ ദേവസഖൻ നാരദൻ പറഞ്ഞതനുസരിച്ച് കപ്പം കൊണ്ടുവന്ന് പ്രദ്യുമ്നനെ കപ്പം നൽകി ആദരിച്ചു. അത് കണ്ട് പ്രദ്യുമ്നൻ അദ്ദേഹത്തിനോട് അവിടുത്തെ പുരുഷന്മാർ എങ്ങനെയാണ് സ്വർണ്ണവർണ്ണത്തോടു കൂടിയുള്ളവരായതെന്ന് ചോദിച്ചു. പിതൃപതിയായ അര്യമാവ് കൂർമ്മമൂർത്തിയുടെ കാൽ കഴുകിയപ്പോഴുണ്ടായ വെള്ളം കൊണ്ട് ശ്വേതപർവ്വതത്തിൽ നിന്ന് ഒരു നദി ഉണ്ടായിട്ടുണ്ടെന്നും പ്രമേധാവ് എന്ന മനുപുത്രൻ പശു മേച്ചുകൊണ്ടിരിക്കെ സിംഹമെന്നു കരുതി ഒരു പശുവിനെ വെട്ടിക്കൊല്ലാൻ ഇടയായെന്നും അതിനാൽ വസിഷ്ഠശാപമേറ്റ് ശൂദ്രനും കുഷ്ഠരോഗിയുമായി തീർന്നുവെന്നും തീർത്ഥയാത്രാമധ്യേ ഈ നദിയിൽ സ്നാനം ചെയ്തപ്പോൾ കുഷ്ഠരോഗം മാറി ദേഹം ചന്ദ്രതുല്യമായി തീർന്നുവെന്നും അതോടുകൂടി ചന്ദ്രകാന്ത നദി പ്രസിദ്ധമായി എന്നും അന്നുമുതൽ ആ നദിയിൽ സ്നാനം ചെയ്യുന്നവർ ചന്ദ്രനു തുല്യം ശോഭിക്കാൻ തുടങ്ങിയെന്നും പറഞ്ഞു. പ്രദ്യുമ്നനും ആ നദിയിൽ സ്നാനം ചെയ്ത് ദാനധർമ്മങ്ങൾ ചെയ്തു. ഹരേ കൃഷ്ണ.